വഖഫ് ഭേദഗതി ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കാനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. എന്നോടൊപ്പം ഉള്ളത് അബ്ദുസ്സമദ് സമദാനി എം.പി. എങ്ങനെയാണ് സർക്കാരിൻ്റെ ഈ നീക്കത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത്? പ്രതിപക്ഷത്തിൻ്റെയും മുസ്ലിം സംഘടനകളുടെയും എല്ലാം എതിർപ്പ് മറികടന്നുകൊണ്ടാണ് ബില്ല് അവതരിപ്പിക്കാനായിട്ട് ഇപ്പോൾ കേന്ദ്രം ഒരുങ്ങുന്നത്. ഈ നിയമം ഇതുവരെ ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത വിധത്തിൽ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിനും മതേതരത്വത്തിനും ഭരണഘടനാപരമായിട്ടുള്ള മൂല്യങ്ങൾക്കും ഒരു നിയമനിർമ്മാണത്തിൻ്റെ കീഴ്വഴക്കങ്ങൾക്കും ഒക്കെ വിരുദ്ധമായിട്ടുള്ള ഒരു നിയമനിർമ്മാണമാണ്. വഖഫ് എന്ന് പറയുന്ന ഒരു സംഗതി, അതിൻ്റെ ഒരു അടിസ്ഥാനമുണ്ട്, അതിൻ്റേതായ ഒരു പശ്ചാത്തലമുണ്ട്, അതിൻ്റെ ചരിത്രമുണ്ട്, പാരമ്പര്യമുണ്ട്. അതിന് ഇത്രയും കാലം മാറി മാറി വന്ന കേന്ദ്ര സർക്കാരുകളൊന്നും അതിന്മേൽ കൈവച്ചിട്ടില്ല. കാരണം അതൊരു ജനവിഭാഗത്തിൻ്റെ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ വിശ്വാസപരവും ആചാരാനുഷ്ഠാനപരവുമായിട്ടൊക്കെയുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ കൂടി ഒരു അടയാളമാണ്, അതിൻ്റെ ഭാഗമാണ്. അതിന്മേൽ കൈവയ്ക്കുക, അതിനെ ആകെ അട്ടിമറിക്കുക, അതിൻ്റെ സ്വഭാവം തന്നെ മാറ്റിക്കളയുക. അത് പലയിടത്തും വഖഫ് കയ്യേറ്റം നടക്കുന്നൊരു കാലമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ അടിയന്തരമായിട്ട് നമ്മുടെ രാജ്യത്ത് വേണ്ടത് ഈ വഖഫ് കയ്യേറ്റങ്ങളെ ചെറുക്കാനുള്ളതായിട്ടുള്ള സംവിധാനമാണ്, അതിനുവേണ്ട പരിരക്ഷയാണ്. അത് മുമ്പ് പല ഗവൺമെൻറ്റുകളും UPA സർക്കാരൊക്കെ അതിന് ശ്രമിച്ചിട്ടുണ്ട്. അതിന് പകരം കയ്യേറ്റക്കാരെ സഹായിക്കാമെന്ന് മാത്രമല്ല, സർക്കാർ തന്നെ ഇടപെടുക, സർക്കാർ തന്നെ വഖഫിൻ്റെ ഒരു കയ്യേറ്റത്തിൻ്റെ ഭാഗമായി തീരുക എന്നൊക്കെ പറയുന്ന വളരെ ആപൽക്കരമായിട്ടുള്ള പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു നടപടിയാണിത്. ഒരു വിഭാഗത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ബില്ലാണെന്നാണ് ഒരു ആക്ഷേപമായിട്ട് പറയുന്നത്. അവർ പറയുന്ന ന്യായങ്ങളൊക്കെ എന്തിരിക്കണം, ഇതിൻ്റെ എല്ലാ വകുപ്പുകളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആ നിർവചനം മുതൽ എല്ലാം തന്നെ ഒരു തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു പ്രത്യേക താല്പര്യത്തിന് വേണ്ടി, രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി സ്വന്തക്കാരെ തിരികെ കയറ്റാനുള്ള പല വകുപ്പുകളും അതിലുണ്ട്. അതിന് വേണ്ടിയുള്ള വകുപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിലവിലുള്ള വകുപ്പുകളൊക്കെ തന്നെ വളരെയേറെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലും അതിനെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ളതായിട്ടുള്ള ഭേദഗതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, രണ്ട് പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ ബില്ലിൽ. ഒന്ന്, വഖഫ് ബോർഡുകളുടെ പ്രാധാന്യം കുറക്കുക, വഖഫ് ബോർഡുകളെ തന്നെ ദുർബലപ്പെടുത്തുക. ഇപ്പോൾ ഈ സംഗതി എന്താണെങ്കിലും, എന്ത് കുറ്റവും കുറവുണ്ടെങ്കിലും വഖഫ് സ്വത്ത് നടന്നു പോണത് ഓരോ സംസ്ഥാനത്തുള്ള വഖഫ് ബോർഡിൻ്റെ നേതൃത്വത്തിലാണ്. കുറേയൊക്കെ ഒരു ജാഗ്രത ഉള്ളതുകൊണ്ടാണ് ഇത്രയെങ്കിലും നടക്കുന്നത്. എന്നിട്ടും കുറേ കയ്യേറ്റങ്ങളൊക്കെ നടന്നു. ആ കയ്യേറ്റങ്ങൾക്കെതിരെ അതാത് കാലത്ത് നടപടി സ്വീകരിക്കാനും ചില സംസ്ഥാനങ്ങളിൽ, വളരെ നിശ്ചയദാർഢ്യമുള്ള ഗവൺമെൻറ്റുകളുള്ള സംസ്ഥാനങ്ങളിൽ വഖഫ് ബോർഡുകൾ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. ആ വഖഫ് ബോർഡുകളെ ദുർബലപ്പെടുത്തുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് കേന്ദ്ര സർക്കാരിനെ ഇടപെടാനുള്ള നിരവധി വകുപ്പുകളും പഴുതുകളും ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ അത് ഫെഡറലിസത്തിൻ്റെ കൂടി ഒരു ലംഘനമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയും കൂടി ഈ വിഷയത്തെ കാണണം. ഇത്രയും കാലം വഖഫ് നടന്നു വരുന്നതൊക്കെ സംസ്ഥാന ഗവൺമെൻറ്, ഇപ്പോൾ കേരളത്തിലതാ അവിടെ വഖഫ് ബോർഡുണ്ട്, അതിൻ്റേതായൊരു സംവിധാനമുണ്ട്. അപ്പോൾ എല്ലാത്തിലും കയറി ഇപ്പോൾ കഴിഞ്ഞ വിദ്യുച്ഛക്തി നിയമം പാസ്സാക്കിയ പോലെ അതൊരു സംസ്ഥാന വിഷയമാണ്, അതിൽ കയറി ഇടപെട്ടു കേന്ദ്രം, എന്നമാതിരി ഇതിൽ കയറി ഇടപെടുകയാണ്. അപ്പോൾ ഇത് ഭരണഘടനാ തത്വങ്ങൾക്ക് എതിരാണ്, മതസ്വാതന്ത്ര്യത്തിനെതിരാണ്, മൗലികാവകാശങ്ങൾക്കെതിരാണ്. പോരാത്തതിന് ഇത് രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തെയും തകർക്കും. സംസ്ഥാനങ്ങളുടെ അധികാരത്തിലൊക്കെ കേന്ദ്രം കൈയിട്ട് അവിടെയൊക്കെ കേന്ദ്രം വന്ന് ഇതൊക്കെ കൈകാര്യം ചെയ്യാവുന്ന ഒരു ആധിപത്യം കരസ്ഥമാക്കാനുള്ള വളരെ വളരെ ഹീനമായിട്ടുള്ള ശ്രമമാണ് ഈ ബില്ലിലൂടെ നടത്തിയിട്ടുള്ളത്. എന്നാൽ പിന്നെ ഒരു ജനവിഭാഗത്തിൻ്റെ ഒരു ബില്ലൊക്കെ തയ്യാറാക്കുമ്പോൾ സാധാരണഗതിയിൽ എന്താവട്ടെ, ജനവിഭാഗം പോട്ടെ, ഒരു ഏരിയയിലൊരു ഇപ്പോൾ പരിസ്ഥിതിയുടെ വിദഗ്ധരുമായിട്ട് ചർച്ച ചെയ്യും, ഇവിടെ വിദ്യുത് ശക്തി അതിൻ്റെ വിദഗ്ധരുമായിട്ട് ചർച്ച ചെയ്യും. അങ്ങനെയാണല്ലോ അതിൻ്റെ അത് ബില്ലുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ തട്ടിക്കൂട്ടിയിട്ട് ഒരു അപ്പം ചുട്ടെടുക്കുന്ന മാതിരി അവരവരുടെ താല്പര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സംഗതിയല്ല. അതൊന്നും ഇതിൽ നടന്നിട്ടില്ല എന്നുള്ളത് ഒരു പ്രഥമ വായനയിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അവരുടേതായ ചില ഇംഗിതങ്ങളും ഉദ്ദേശങ്ങളും ദുരുദ്ദേശങ്ങൾ അത് നേടിയെടുക്കാനുള്ള, വിജയിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. സഭക്കകത്ത് എങ്ങനെ ഇതിനെ നേരിടാൻ പോകുന്നത്? വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട്. സഭക്കകത്ത് നമ്മൾ പല രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് വളരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളുമായിട്ടും പലരായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അവരോടൊക്കെ സംസാരിച്ചു. പ്രതിപക്ഷങ്ങളൊക്കെ ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. മതേതര കക്ഷികൾക്കിത് മനസ്സിലാവും.
എല്ലാവർക്കും ഇത് പെട്ടെന്ന് മനസ്സിലാവും. ഇത് വഖഫ് എന്ന് പറയുന്ന ഒരു പ്രത്യേക പവിത്രമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള ഒരു ജനവിഭാഗത്തിൻ്റെ സ്വത്താണ്. വഖഫ് സ്വത്തുകൾ പവിത്രമാണ്. അതിന് കയറിയിട്ട് സർക്കാർ അത് കയ്യേറ്റം തന്നെ നടക്കുന്ന സമയത്ത് അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും, പ്രത്യേകിച്ച് നമ്മുടെ മതേതര പാർട്ടികൾക്കൊന്നും അതിന് നേരെ കണ്ണടക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അവരതിലൊരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. കോൺഗ്രസ് അടക്കം എല്ലാ പ്രതിപക്ഷ പാർട്ടികൾ, മതേതര പാർട്ടികൾ ഒക്കെ ഇതിലൊരു നിലപാടുണ്ട്. അതിനനുസരിച്ചുള്ള ശക്തമായിട്ടുള്ള എതിർപ്പ് നമ്മളിപ്പോൾ തന്നെ മുസ്ലിം ലീഗ് അംഗങ്ങൾ എംപിമാർ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതിൽ അവതരണത്തോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പിന്നെ മറ്റ് പ്രതിപക്ഷ കക്ഷികളുമായിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒരു ശക്തമായ എതിർപ്പ് ഇതിൻ്റെ അവതരണ വേളയിൽ ഉണ്ടാക്കും. അപ്പോൾ പിന്നെന്താണെന്ന് കണ്ടറിയണം. നമ്മൾ അതൊരു നിയമമാക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമവും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ധ്രുവീകരണ ലക്ഷ്യമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. അങ്ങനെയും പറയുന്നുണ്ട്. ഈ ഗവൺമെൻറ് ഓരോന്നും കൊണ്ടുവരുമ്പോൾ അതെന്താണെന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെ ഒരു പ്രത്യേക ഒരു 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 ട്രാൻസ്പെറൻസി, ഒരു സുതാര്യതൊന്നും ഇല്ലാത്തൊരു സംവിധാനമാണല്ലോ ഇവരടുത്ത കാലത്ത് പാർലമെൻറ്റിലും പോലും ഉണ്ടാക്കിയിട്ടുള്ളത്. പെട്ടെന്ന് കൊണ്ടുവരിക, ഇതിനൊന്നും ഒരു മുന്നറിയിപ്പൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതുവരെ ഒന്നും മൂടി വെച്ചു, അങ്ങനെയൊന്നുമില്ല. പെട്ടെന്ന് അത് ക്യാബിനറ്റിൽ വരുന്നു, പിന്നെ അതൊരു ചർച്ചയാക്കിയിട്ട് ഇപ്പോൾ രാജ്യസഭയിൽ ഇപ്പോൾ തന്നെ അത് പാസ്സാക്കിയെടുക്കാനുള്ള ഭൂരിപക്ഷം ഭരണകക്ഷിക്കില്ല, ഭരണമുന്നണിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നൊരു സംഗതി ഇതിങ്ങനെ ഒരു അവതരണത്തിന് പറയാൻ കഴിയില്ല. അതാണോ അതോ വേറെ വല്ല പരിപാടിയും കണ്ടിട്ടുണ്ടോ ഒന്നും പറയാൻ സാധിക്കില്ല. പലപ്പോഴും ഈ ഒരു പണി നടത്തിയിട്ടുണ്ടവർ. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ന്യൂനപക്ഷങ്ങളും മറ്റ് സമുദായങ്ങളും ഭൂരിപക്ഷ സമുദായങ്ങളും എല്ലാവരും തമ്മിൽ നിലനിൽക്കുന്ന ആ ഒരു സൗഹൃദാന്തരീക്ഷത്തിനിടയിലേക്ക് അനാവശ്യമായ ചർച്ചകൾ കൊണ്ടുവരിക. ഒട്ടും ആവശ്യമില്ലാത്ത, രാജ്യത്തിനോ ജനതക്കോ ഗുണം ചെയ്യാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് ജനങ്ങളുടെ. അതിലൊന്നും ഈ ഗവൺമെൻറ് എന്തൊക്കെ ഇപ്പോൾ ബജറ്റ് വന്നു, എന്തൊക്കെ കാര്യങ്ങളെപ്പറ്റി ചർച്ച വന്നു, വിലക്കയറ്റം മുതൽ കർഷകരുടെ പ്രശ്നങ്ങൾ മുതൽ അതൊക്കെ അവിടെ കിടക്കുകയാണ്. ഇമാതിരി കാര്യങ്ങളെടുത്ത് പൊക്കിയിട്ട് അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനുള്ള ഒരു ടൂളാക്കുന്ന ഒരു നാരേറ്റീവ് അതിലൂടെ വളർത്തിയെടുക്കുന്ന ഒരു പരിപാടി കുറച്ച് കാലമായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ആവാം, അത് വരും ദിവസങ്ങളിലേ വ്യക്തമാവുള്ളൂ. എന്തായാലും സഭക്കകത്തും പുറത്തും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കാൻ തന്നെയാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്. സർക്കാരിൻ്റെ ഒരു ധ്രുവീകരണ ലക്ഷ്യമാണെന്നുള്ളൊരു ആക്ഷേപവും കൂടി വഖഫ് ബോർഡ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ഉയരുകയും ചെയ്യുന്നുണ്ട്. ഹരിമുണ്ടൂരിനോടൊപ്പം തൗഫീഖ് അസ്ലം, മീഡിയ 1, ഡൽഹി.